നോക്കിക്കോളൂ. അപ്പം ഞാൻ ആദ്യം ആ ഫിഗർ ഒന്ന് ബോർഡിലേക്ക് വരയ്ക്കാം. നിങ്ങൾക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു വൃത്തം തന്നിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ കേന്ദ്രം ഓയാണ്. സർക്കിളിലെ വൃത്തത്തിലെ 3 പോയിന്റുകളാണ് ബി, എ, സി. ഇനി യോജിപ്പിച്ചേക്കുന്നത് ഒ ബി യോജിപ്പിച്ചിട്ടുണ്ട്, ഒ എ യോജിപ്പിച്ചിട്ടുണ്ട്, ഒ സി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എയും ബിയും കൂടെ എ ബി യോജിപ്പിച്ചിട്ടുണ്ട്, എയും സിയും കൂടെ എ സി യോജിപ്പിച്ചിട്ടുണ്ട്, ബിയും സിയും കൂടെ ബി സി യോജിപ്പിച്ചിട്ടുണ്ട്. 2 ആംഗിൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു 40 ഡിഗ്രിയും ഇവിടെ ഒരു 70 ഡിഗ്രിയുള്ള ആംഗിൾ. ഇങ്ങനെയാണോ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫിഗർ? നോക്കിക്കുക എല്ലാവരും. ഹലോ സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്രതികരണം ഇല്ലാതെ ക്ലാസ് മുന്നോട്ട് നീങ്ങത്തില്ല. ഇങ്ങനെയാണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് നോക്കുക. ഫിഗർ കറക്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഓരോരുത്തരുടെ പേര് വിളിച്ച് സമയം കളയുന്നില്ല. ആർക്കാണോ ഉത്തരം പറയാൻ താല്പര്യമുള്ളത് അവരങ്ങ് പറഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ഈ പടത്തിൽ ഒരു 40 ഡിഗ്രിയുള്ള ആംഗിൾ ഉണ്ട്. അതിൻ്റെ പേര് ഒരു 3 അക്ഷരം വെച്ചൊന്ന് പറയാമോ? 40 ഡിഗ്രിയുള്ള ആംഗിളിൻ്റെ പേര്, 40 ഡിഗ്രിയുള്ള ആംഗിളിൻ്റെ പേര് ഒരു 3 അക്ഷരം വെച്ച് പറയാമോ? AOB. അത് തന്നെ. ആംഗിൾ AOB ഈക്വൽ എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. ഇതിലാർക്ക് സംശയമൊന്നുമില്ലല്ലോ. ശ്രദ്ധിക്കണം. ഈ 40 ഡിഗ്രിയുള്ള ആംഗിൾ വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഈ പടത്തിൽ തന്നെയുള്ള മറ്റൊരു ആംഗിളിൻ്റെ പേരെഴുതാം. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം. ആ ആംഗിളിൻ്റെ പേര് തുടങ്ങുന്നതും എയിലാണ്, അവസാനിക്കുന്നത് ബിയിലാണ്. പക്ഷേ നടുക്കലത്തെ അക്ഷരം ഓ അല്ല. പിന്നെ എന്തായിരിക്കും? എയിൽ തുടങ്ങണം. എയിൽ അടുത്ത ആംഗിളിൻ്റെ പേര് നമ്മൾ എഴുതാൻ പോവാണ്. അതിൻ്റെ പേര് തുടങ്ങുന്നത് എയിലാണ്, അവസാനിക്കുന്നത് ബിയിലാണ്. പക്ഷേ നടുക്കലത്തെ അക്ഷരം ഓ അല്ല. സി. ആംഗിൾ ACB കിട്ടും. അതെത്രാന്ന് ചോദിച്ചാൽ 40ന്റെ പകുതി. എത്ര 40ന്റെ പകുതി? ഒന്ന് സഹകരിച്ച പിള്ളേരെ, എത്ര വരും 40ന്റെ പകുതി? 20. ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടല്ലോ ഈ 40ന്റെ. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമല്ലോ ഈ 40ന്റെ പകുതി എങ്ങനെ വന്നെന്ന്. ഈ പടത്തിലോട്ട് നോക്കുക. നമുക്ക് ആവശ്യമുള്ളവരെ മാത്രം നമ്മളൊന്ന് വരയ്ക്കാൻ പോവാം. നമ്മുടെ സർക്കിൾ നമ്മൾ അങ്ങോട്ട് വരച്ചു. സെൻറ്റർ OA. 40 ഡിഗ്രിയുള്ള ആംഗിളിൻ്റെ പേരെന്തുമായിരുന്നു? 40 ഡിഗ്രിയുള്ള ആംഗിളിൻ്റെ പേരെന്തുമായിരുന്നു? അതെത്ര ഡിഗ്രിയാ? 40 ഡിഗ്രി. ഈ 40 ഡിഗ്രിയുള്ള ആള് എന്ന് പറയുന്നത് ഈ AB എന്ന് പറയുന്ന ആർക്കിൻ്റെ, AB എന്ന ചാപത്തിൻ്റെ സെൻട്രൽ ആംഗിൾ അല്ലേ? കേന്ദ്ര കോണല്ലേ? ആണോ? മിണ്ടുന്നില്ല. ആണോ? ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് അപ്പൊ നോക്കിക്കേ, ഞാൻ വേണ്ട ഈ മൗസ് മൂവ് ചെയ്യുന്ന ഭാഗം നിങ്ങൾ നോക്കിക്കോണം. ഈ ബി തൊട്ട് തിരിച്ചിങ്ങി ഈ എ വരെയുള്ള ഈ വലിയ ഭാഗത്തിന് എന്ത് പേര് പറയും നമ്മൾ? ഈ വലിയ ഭാഗത്തിന് എന്ത് പേര് പറയും? ഈ വലിയ ഭാഗത്തിന് എന്ത് പേര് പറയും? ഇവിടെ AB എന്ന് പറയുന്നത് ആർക്ക്, ചാപം. അപ്പൊ തന്നെ ഈ വലിയ ഭാഗത്തിന് എന്തോ പറയും? ഒന്നും പറയത്തില്ലയോ? ഇവിടെ അറിയാവുന്ന ആരെങ്കിലും പറയടേ, അതിനെന്തോ പേര് പറയും? ഡയമീറ്റർ. ആണ്ട് അടക്കുന്നു. AB എന്ന് പറയുന്നത് ആർക്കാണ് ചാപമാണെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഈ വലിയ ഭാഗത്തിന് എന്തോ പറയുന്ന പേര്? കോംപ്ലിമെന്ററി ആർക്ക്. എന്താ പറയുന്ന പേര്?
എന്താ പറയുന്ന പേര്? കോംപ്ലിമെന്ററി ആർക്ക്. നിങ്ങളുടെ പുതിയ പുസ്തകത്തിന്റെ ഭാഷയിൽ ഓൾട്ടർനേറ്റ് ആർക്ക്, മലയാളത്തിൽ ശിഷ്ടചാപം എന്ന് പറയും. എന്താ പറയും? എന്താ പറയും? അതിലുണ്ടാകുന്ന ഒരു പോയിന്റ് അല്ലേ സി എന്ന് പറയുന്ന പോയിന്റ്. ഇതേ എയും ബി എയും നമ്മൾ ആ സിയിലോട്ട് യോജിപ്പിച്ചപ്പോൾ കിട്ടിയ ആംഗിൾ അല്ലേ ആംഗിൾ എ സി ബി എന്ന് പറയുന്നത്. അപ്പൊ അത് 40ന്റെ പകുതിയായ എത്ര ആയിരിക്കും? 40ന്റെ പകുതിയായ എത്ര ആയിരിക്കും? 20. അപ്പൊ ഞാൻ എന്റെ പടത്തിലൊന്ന് മാർക്ക് ചെയ്തു. ഈ എ സി ബി എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എത്ര ഡിഗ്രിയാണ്? എത്ര ഡിഗ്രിയാണ്? 20 ഡിഗ്രി. ഇനി വേണ്ട ആ പടത്തിൽ തന്നെ 70 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ ഇല്ലേ? അതിന്റെ പേര് നിങ്ങൾ ഒരു 3 അക്ഷരം വെച്ച് പറഞ്ഞ 70 ഡിഗ്രി ഉള്ള ആളിന്റെ പേര്. 70 ഡിഗ്രി ഉള്ള ആംഗിളിന്റെ പേര് അത് തന്നെ ആംഗിൾ അത് തന്നെ ഈക്വൽ 70 ഡിഗ്രി. അത് 70 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേ 40ന്റെ പകുതി 20 കിട്ടിയ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പടത്തിലെ മറ്റൊരു ആംഗിൾ കണ്ടുപിടിക്കാം. അതിൻ്റെ പേര് എയിൽ ആരംഭിക്കും, സിയിൽ അവസാനിക്കും, പക്ഷെ നടുക്കലെത്തിയ അക്ഷരം ഓ ആയിരിക്കത്തില്ല. ഏതാണത്? എയിൽ തുടങ്ങാം. ബി. എന്താണ്? ബി. ആംഗിൾ എ ബി സി എത്ര കിട്ടും? ആംഗിൾ എ ബി സി ഇപ്പൊ 35 ഡിഗ്രി. ഹാഫ് ഓഫ് 70 ഡിഗ്രി, 70 ഡിഗ്രിയുടെ പകുതിയായ 35 ഡിഗ്രി. ഓക്കെ, നമ്മൾ ഈ പടത്തിലോട്ട് മാർക്ക് ചെയ്യുന്നു. ഇത് എത്ര ഡിഗ്രിയാണ്? 35. നിൽക്കട്ടെ. അപ്പൊ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ട്രയാങ്കിൾ എ ബി സിയുടെയും ട്രയാങ്കിൾ ഒ ബി സിയുടെയും എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കാനാണ്. നമുക്ക് ആദ്യം ട്രയാങ്കിൾ എ ബി സി ഒന്ന് പരിഗണിക്കാം. വേണ്ടേ? ഇങ്ങനെ തലകിരിക്കനാമ്പാട് കിടക്കുന്ന ട്രയാങ്കിളാണ് ആരെന്ന് പറയുന്നത്? ആരാ? എ ബി സി. ഇതിലെ ആരെയെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്ന് പറഞ്ഞാട്ടെ. ഇതിലെ ആരെയെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ആരും അറിയത്തില്ലയോ? ബി. ബി അറിയാം. എത്ര ഡിഗ്രി? സി. ബി അറിയാം. ബി എത്ര? 35. പിന്നെ ആരോ പറഞ്ഞു സി അറിയാം. സി എത്ര? സി എത്ര? 35. അല്ല, സി എത്ര? 20. അങ്ങനാണെങ്കിൽ ഈ അവശേഷിക്കുന്ന ആംഗിളായ ആംഗിൾ എ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പറഞ്ഞാട്ടെ. മൊത്തമുള്ള ആംഗിളിൽ നിന്ന് മറ്റേ 2 ബിയും സിയും കുറച്ചാൽ മതി. കൂട്ടിയിട്ട് കുറയ്ക്കണം. അപ്പോ 180 ഡിഗ്രി മൈനസ് 35 അധികം 20. 35 അധികം 20 55. 180ൽ നിന്ന് 55 ഡിഗ്രി കുറച്ച് പറഞ്ഞേ. 180 മൈനസ് 55 125 ഡിഗ്രി. 180 മൈനസ് 55 ഈക്വൽ 125 ഡിഗ്രി അല്ലേ? ആണോ? അപ്പോ ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി സിയുടെ എല്ലാ ആംഗിളും ആയി. ഇനി നമുക്ക് വേണ്ടത് ട്രയാങ്കിൾ ഒ ബി സിയുടെ എല്ലാ ആംഗിളും വേണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ട്രയാങ്കിൾ ഒ ബി സി ഒന്ന് വരയ്ക്കണം. ഏത് ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ ഒ ബി സി. ഒ ബി സി. ഇതിൽ ഓയിലെ ആംഗിൾ നിങ്ങൾക്ക് അറിയാമോ എത്രയാണ്? ഓയിലെ ആംഗിൾ എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? 110. എത്ര?
40 70 കൂട്ടുന്ന 110 ഡിഗ്രി ആയിരിക്കും. 110. ഓക്കെ. ഈ ഒ ബി ഒ സി എങ്ങനാ? ഒ ബി ഒ സി എങ്ങനാണ്? ഒ ബിയും ഒ സിയും എങ്ങനാണ്? ഈക്വല. എന്താ കാരണം? ഒ ബിയും ഒ സിയും ഈക്വൽ ആകുന്നതിന്റെ കാരണം പറ. ഇപ്പൊ എത്രയോ കണക്കിനകത്ത് പറഞ്ഞ കാര്യമാണ്. അവർ രണ്ടുപേരും നമ്മുടെ സർക്കിളിന്റെ വൃത്തത്തിന്റെ ആരങ്ങളാണ്. റേഡിയസ് ആയതുകൊണ്ട് അവർ രണ്ടുപേരും എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനാണെങ്കിൽ ഒ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന എതിരെ കിടക്കുന്ന ആംഗിൾ ആരാ? കോണാരാ? ആംഗിൾ സി. ആംഗിൾ സിയും ഓസിയുടെ ഓസിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആരാ? എതിരെ കിടക്കുന്ന കോണാരാ? ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. പക്ഷെ ഈക്വൽ ആണെന്നല്ലാതെ സി എത്രയാണോ ബി എത്രയാണെന്നോ ക്വസ്റ്റിന് തന്നിട്ടുണ്ടോ? ബി എത്രയാണെന്നോ സി എത്രയാണെന്നോ ക്വസ്റ്റിന് പറയുന്നുണ്ടോ? രണ്ട് മിണ്ടുന്നില്ല പിള്ളേർ. ബി എത്രയാണെന്നോ സി എത്രയാണെന്നോ ക്വസ്റ്റിന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് കിട്ടാൻ എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ? ബിയോ സിയോ കിട്ടാൻ എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ? ബിയോ സിയോ കിട്ടാൻ എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ? ഈ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ പറഞ്ഞാട്ടെ. അപ്പൊ എത്ര ഡിഗ്രി കിട്ടും? എത്ര ഡിഗ്രി കിട്ടും? 70. നോക്കിക്കേ, തൊട്ട് മുകളിൽ പറയുന്നുണ്ട് ആംഗിൾ സിയും ആംഗിൾ ബിയും ഈക്വൽ ആന്ന് പറയുന്നു. ഇവിടെ പറയുന്നു ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും? ഒന്നുകൂടെ പറയൂ, കേട്ടില്ല. തൊട്ട് മുകളിൽ പറയുന്നു ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ഇപ്പൊ പറയുന്നു ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന്. കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാ പറയുന്നേ? ഇപ്പോൾ എഴുതി വെച്ചേക്കുന്നേ 70. അപ്പൊ അങ്ങനാണെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ സിയും എങ്ങനെ കണ്ടുപിടിക്കും? 70ന്റെ പകുതിയായ 35. അപ്പൊ വേണ്ടേ ഇവിടെ ഓക്കെ. അപ്പൊ ഇവിടുത്തെ രണ്ടിടത്തെയും ആംഗിൾ 35 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? കിട്ടിയോ? അപ്പൊ ട്രയാങ്കിൾ ഒ ബി സിയുടെ എല്ലാ ആംഗിളും ആയല്ലോ. ട്രയാങ്കിൾ ഒ ബി സിയുടെ എല്ലാ ആംഗിളും ആയില്ലേ? ട്രയാങ്കിൾ ഒ ബി സിയുടെ എല്ലാ ആംഗിളും ആയി.